മാർക്കറ്റ് വാച്ചിലേക്ക് സ്വാഗതം. വിപണി സൂചികകൾ ഉയർന്നു നിൽക്കുകയും എന്നാൽ ചില പ്രത്യേക ഓഹരികൾ ഏറെ താഴേക്കും പോയ ഒരു വാരമായിരുന്നു കടന്നുപോയത്. അതിൽ തന്നെ ചില ഓഹരികൾ നിക്ഷേപകരുടെ പണം വലിയ രീതിയിൽ കളയുന്ന തരത്തിലേക്ക് മാറുകയും ചെയ്തു. എന്തായാലും കൂടുതൽ സംസാരിക്കാനായി ഹെഡ്ജ് ഇക്വിറ്റീസ് CEO N ഭുവനേന്ദ്രൻ ചേരുന്നു. ഭുവനേന്ദ്രൻ, തീർച്ചയായും ഞാനിപ്പോൾ പറഞ്ഞത്, അതായത് സൂചികകൾ വലിയ തരക്കേടില്ലാതെ നിൽക്കുന്നത് കണ്ടു. പക്ഷേ ചില ഓഹരികൾ, പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നുള്ള നിക്ഷേപകർക്ക് വലിയ രീതിയിൽ പണം പോയൊരു വാരമാണ് കടന്നു പോകുന്നത്. പ്രത്യേകിച്ചും ചില വളരെയധികം പ്രൊമിസിംഗ് ആയ, രാജ്യത്ത് അനുവദിച്ച ഏറ്റവും അവസാനത്തെ ന്യൂ ജനറേഷൻ ബാങ്കുകളിലൊന്നായ യെസ് ബാങ്കിൻ്റെ ഓഹരി വില 500 രൂപയിൽ നിന്നും ഏറെ താഴേക്ക് വന്നത് കേവലം 2 ആഴ്ച സമയം കൊണ്ടാണ്. അത്ര വലിയ പ്രശ്നമോ ഒന്നും ആ കമ്പനിയിലില്ല. വളരെ മികച്ച പ്രവർത്തന ഫലം, ഏകദേശം 380 കോടി പ്രതീക്ഷിച്ചെടുത്ത് 406 കോടി രൂപയുടെ ലാഭം ആദ്യപാദത്തിൽ ആ കമ്പനി രേഖപ്പെടുത്തി. കിട്ടാക്കടം അല്പം വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പോലും പൊതുവേ അതിൻ്റെ ഫണ്ടമെൻ്റൽസ് എല്ലാം ഓക്കെയാണ്. എന്നിട്ടും ആ ഓഹരി 340 ലെവലുകളിലേക്ക് പോയി. വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ വിറ്റതായിരിക്കാം. മറ്റൊന്ന് മുത്തൂറ്റ് ഫിനാൻസ് ആണ്. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ NBFC കമ്പനിയായ മുത്തൂറ്റ് ഫിനാൻസ്. മുത്തൂറ്റ് ഫിനാൻസിനെ സംബന്ധിച്ചും വളരെ മികച്ച പ്രവർത്തന ഫലം വന്നപ്പോൾ ലാഭം 196 കോടി രൂപ രേഖപ്പെടുത്തി. അത് വളരെ ചലഞ്ചിങ് ആയ ടൈംസിലൂടെ കടന്നുപോയിട്ടും അവർ നല്ല പ്രോഫിറ്റ് നേടി. എങ്കിലും ആ ഓഹരിയിൽ ഇടിവ് കണ്ടു. പിന്നീട് 2 ഓഹരികൾ നമ്മൾ സംസാരിക്കേണ്ടത് ACC, ഗുജറാത്ത് അംബുജ സിമൻറ്റ് എന്നിവയാണ്. അംബുജ സിമൻറ്റ് നമുക്കറിയാം, കേരളത്തിൽ നിന്ന് പരമ്പരാഗതമായി നിക്ഷേപകർ ധാരാളമായി വാങ്ങി വെച്ചിട്ടുള്ള ഒരു ഓഹരിയാണ്. അതിലും നിക്ഷേപകരെ ചതിക്കുന്ന രീതിയിൽ ചില കാര്യങ്ങൾ ഹോൾസിമുമായിട്ടുള്ള ഡീലിൽ അംബുജ സിമൻറ്റ് ACCയിൽ ഓഹരി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായി. അതിലിപ്പോൾ സെബി ഇടപെടുമെന്നും കേൾക്കുന്നു, മൈനോറിറ്റി ഇൻവെസ്റ്ററുടെ കാര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി. അപ്പോൾ ഈ 4 ഓഹരികളിൽ എന്താണ് പുതിയ? ഇതിലാദ്യമായി യെസ് ബാങ്ക് ഒരു 0 NPA ബാങ്ക് എന്നുള്ള രീതിയിലായിരുന്നു യെസ് ബാങ്കിനെ ഹൈലൈറ്റ് ചെയ്ത്. അത് NPA ഇൻക്രീസ് ചെയ്തു. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വളരെയധികം ഹോൾഡ് ചെയ്തിരുന്ന ഒരു സ്റ്റോക്കായിരുന്നു യെസ് ബാങ്ക്. ഒരു വലിയ രീതിയിൽ ഓഫ് ലോഡിങ് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിൽ നിന്നും വളരെ ഷാർപ്പായിട്ടുള്ള സെല്ലിംഗ് വന്നു. ആ ഒരു സെല്ലിംഗ് തന്നെയാണ് ഇത്രത്തോളം ഷാർപ്പായിട്ടുള്ളൊരു ഫോൾ യെസ് ബാങ്കിൽ വരാനുള്ളൊരു റീസൺ. വീണ്ടും യെസ് ബാങ്ക് കുറച്ചുകൂടെ കറക്റ്റ് ചെയ്യാനാണ് സാധ്യത. എന്തായാലും ഫ്രൈഡേ വളരെ ഷാർപ്പായിട്ടുള്ള ഫോളിൽ നിന്നും ഒരു റിക്കവറി സൈൻ കാണിച്ചു. ഓവറോൾ ബാങ്കിങ് സെക്ടറൊക്കെ തന്നെ ഒരു ഭാഗത്ത് NPA ഇൻക്രീസ് ചെയ്തു, അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ സെല്ല് ചെയ്തു. ഇതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് റുപ്പിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് RBI എടുത്ത മെഷർ തന്നെയായിരുന്നു എല്ലാ ബാങ്കിങ് സെക്ടറിലും വളരെ ഷാർപ്പായിട്ടുള്ളൊരു ഫോൾ വരാനുള്ളൊരു പ്രധാന റീസൺ. അതിൻ്റെ റിഫ്ലക്ഷനാണ് യെസ് ബാങ്കിലും എല്ലാ ബാങ്കിങ് സെക്ടറും വളരെ ഷാർപ്പായിട്ടുള്ള ഫോൾ നമ്മൾ കണ്ടു. പഞ്ചാബ് നാഷണൽ ബാങ്ക് മാർക്കറ്റിൻ്റെ പ്രതീക്ഷയ്ക്ക് ഉയരാൻ ആ റിസൾട്ടിന് കഴിഞ്ഞില്ല. അങ്ങനെ ബാങ്കിങ് സെക്ടർ RBI എടുത്ത മെഷറിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ഇത്രത്തോളം ഷാർപ്പായിട്ടുള്ള ഫോൾ വരാനുള്ളൊരു റീസൺ. ദെൻ മുത്തൂറ്റ് ഫൈനാൻസ് ആണ്. ഓൾറെഡി ഇത് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. കാരണം ഗോൾഡ് പ്രൈസിലുണ്ടായിരിക്കുന്ന ഒരു ഡ്രോപ്പ് ഇവരുടെ ബിസിനസ്സിനെ ബാധിക്കാനുള്ളൊരു സാധ്യത. എന്നാലും അങ്ങനെ ഒരു ക്രൈസിസ് പീരീഡിലൂടെ പോകുന്ന സമയത്ത് പോലും ഒരു ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്തു. എന്നാൽ ലാസ്റ്റ് വീക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിൻ്റെ പ്രതീക്ഷയ്ക്ക് ഉയരാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് ആ സ്റ്റോക്കിൽ ഒരു ഫോൾ സംഭവിച്ചത്. ഫർദർ കുറച്ചുകൂടെ കറക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വരും നാളുകളിൽ ഈ പഴയൊരു പ്രോഫിറ്റബിലിറ്റി എന്ത് തന്നെയാണെങ്കിലും ഈ ഗോൾഡ് ലോൺ NBFCകൾക്ക് നിലനിർത്താൻ സാധിക്കില്ല എന്നുള്ളൊരു വിലയിരുത്തൽ. അതുകൂടാതെ ഓവറോൾ സെൻറ്റിമെൻറ്റ്സ് വീക്ക് തന്നെയാണ്. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ മുത്തൂറ്റിൽ നമ്മൾ കണ്ടു. ദെൻ മാനേജ്മെൻറ്റ് ലെവൽ ACC അംബുജ എന്ന് പറയുന്ന ആ ഒരു സെഗ്മെൻറ്റിൽ സെബിയുടെ എൻക്വയറി തന്നെയാണ് ആ സ്റ്റോക്കിൽ വളരെ ഷാർപ്പായിട്ടുള്ള ഫോൾ വരാനുള്ള റീസൺ. അപ്പോൾ ഓവറോൾ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് വീക്കാണ്. അതോടൊപ്പം തന്നെ വളരെയധികം നെഗറ്റീവ് ന്യൂസുകൾ വരുന്നു. ഇതിൻ്റെ റിഫ്ലക്ഷനാണ് ഈ സ്റ്റോക്കുകളിൽ ഇത്രത്തോളം ഷാർപ്പായിട്ടുള്ള ഫോൾ വരാനുള്ളൊരു കാരണം. അതുപോലെ തന്നെ ലാസ്റ്റ് വീക്ക് നമ്മൾക്കറിയാം TCS, ഇൻഫോസിസ്, ഇൻഡസിൻഡ് ബാങ്ക് പോലെയുള്ള ആ സ്റ്റാർട്ടിംഗ് വളരെ ബെറ്റർ ആയിരുന്നു റിസൾട്ട്. അതിനുശേഷം ഈ ആഴ്ച വന്ന റിസൾട്ടുകളെല്ലാം തന്നെ വളരെ മോശമായിരുന്നു. അതിൽ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ബെറ്റർ ആയിരുന്നു, എന്നാൽ വോളിയം ഗ്രോത്ത് കുറഞ്ഞു. അതുപോലെ തന്നെ പല സ്റ്റോക്കിലും ഹീറോ മോട്ടോഴ്സും മാരുതിയും മാത്രമാണ് മാർക്കറ്റിൻ്റെ പ്രതീക്ഷ നിലനിർത്താൻ സാധിച്ചത്. ബാക്കി ഗെയിൽ, കെയിൻ, ഏഷ്യൻ പെയിൻറ്റ്സ് എല്ലാം തന്നെ മാർക്കറ്റിൻ്റെ പ്രതീക്ഷയ്ക്ക് ഉയരാൻ റിസൾട്ടുകൾക്ക് കഴിഞ്ഞില്ല. അതിൻ്റെ റിഫ്ലക്ഷനാണ് ഒരു ഭാഗത്ത് വളരെ മോശമായിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്തു, അതുപോലെ തന്നെ റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്തു പോകുന്നു, RBI എടുത്ത മെഷർ, ഇതെല്ലാം തന്നെ നെഗറ്റീവാണ്. കൂടാതെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് FISും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനും സെല്ലിംഗ് സൈഡിലേക്ക് വന്നു. ടോട്ടലി ഒരു നെഗറ്റീവ് സോണിലാണ് മാർക്കറ്റ് മൂവ് ചെയ്ത്. ഇതിൻ്റെയൊക്കെ റിഫ്ലക്ഷനാണ് മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ട ഷാർപ്പായിട്ടുള്ള ഫോൾ. ഇപ്പോൾ നിഫ്റ്റി 5900 അടുത്ത് നിലനിൽക്കുന്നുണ്ടെങ്കിലും പല സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ വളരെയധികം ലോവർ ലെവലിലേക്ക് പോയി. ഇൻഫോസിസ്, TCS, തുടങ്ങിയ കമ്പനികളുടെ വെയിറ്റേജ് കൂടുതലായതുകൊണ്ട് ആ ഓഹരികൾ തരക്കേടില്ലാതെ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് നിഫ്റ്റി താഴെ വരാത്തത്. അതല്ലെങ്കിൽ ഇപ്പോൾ 5000 ബിലോ നിഫ്റ്റിയുടെ ആ ഒരു ലെവലിലാണ് ഇപ്പോൾ പല സ്റ്റോക്കിൻ്റെയും ഇപ്പോഴത്തെ റേറ്റ്. നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ റേറ്റ് ബിലോ 5000 ആണ്
നിഫ്റ്റി ശരിക്ക്. അതല്ലെങ്കിൽ അതുകൊണ്ട് ഈ TCSും ഇൻഫോസിസും റിലയൻസും പോലെയുള്ള സ്റ്റോക്കുകളുടെ പെർഫോമൻസ് കൊണ്ട് മാത്രമാണ് നിഫ്റ്റിയുടെ ലെവൽ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ലെവൽ കണ്ടിന്യൂ ശരി, ഇനി ചെയ്യുന്നത്. നമുക്ക് അടുത്ത ആഴ്ച വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം റിസർവ് ബാങ്കിൻ്റെ പോളിസിയാണ്. അപ്പോൾ തീർച്ചയായും റിസർവ് ബാങ്ക് നിലവിൽ ബാങ്കുകൾക്ക് അത്ര അനുകൂലമല്ലാത്ത സ്റ്റെപ്സ് എല്ലാം എടുത്താണ് ഇത്രയും അധികം താഴേക്ക് ബാങ്കുകൾ പോയത്. അപ്പോൾ വീണ്ടും റേറ്റ് ഇപ്പോഴുള്ള ഒരു റീപ്പോ, റിവേഴ്സ് റീപ്പോ, അതുപോലെ CRR ഈ നിരക്കുകൾ കണ്ടിന്യൂ ചെയ്യാനാണോ സാധ്യത, അതോ 0.5% CRR എങ്കിലും കുറയ്ക്കുമോ, അതോ ചിലരെങ്കിലും പറയുന്നത് ഒരുപക്ഷെ കൂട്ടാൻ സാധ്യതയുണ്ടെന്ന്? അങ്ങനെയൊക്കെ വന്നാൽ, കാരണം പ്രത്യേകിച്ചും മോണിറ്ററി ടൈറ്റനിങ്, ലിക്വിഡിറ്റി ടൈറ്റൻ ചെയ്യുക, അതുവഴി റുപ്പിയെ പിടിച്ചു നിർത്തുക തുടങ്ങിയ ശ്രമങ്ങൾ നടത്തിയേക്കും എന്നും ഒരു വിഭാഗം വാദിക്കുന്നുണ്ട്. ഇവിടെ ഒരു ഭാഗം മാത്രമാണ് ഗവൺമെൻറ് അല്ലെങ്കിൽ RBI ശ്രദ്ധിക്കുന്നു, റുപ്പിയെ പിടിച്ചു നിർത്തുക എന്നുള്ളത്. എന്നാൽ ഒരു ഭാഗത്ത് ഇത്രയും വളരെയധികം ഹയർ ലെവലിൽ നിൽക്കുന്ന ഇന്ത്യൻ ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് വലിയൊരു ബേർഡൻ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ഗവൺമെൻറ്റും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും എഫക്റ്റീവായിട്ടുള്ള മെഷേഴ്സ് എടുക്കണം. ഇപ്പോൾ RBI റേറ്റ് കൂട്ടാനുള്ള സാധ്യത കുറവാണ്, എന്നാലും RBIയിൽ നിന്ന് ഒരു മിറാക്കിൾ ഒന്നും മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് അതേ രീതിയിൽ കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് സാധ്യത. ഇവിടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വളരെ എഫക്റ്റീവായിട്ടുള്ള സ്റ്റെപ്പ് എടുക്കുക, അതുപോലെ സെൻട്രൽ ഗവൺമെൻറ് എഫക്റ്റീവായി പ്രവർത്തിക്കുക, ഫോറിൻ ഫണ്ട് അട്രാക്റ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും റിഫോംസ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ ഒരു ക്രൈസിസ് ഓവർകം ചെയ്യാൻ ഗവൺമെൻറ് ലെവലിലുള്ള ഇടപെടൽ വളരെ അത്യാവശ്യമാണ്. കാരണം ഗവൺമെൻറ് പലപ്പോഴും ഗവൺമെൻറ് ഇഷ്യൂ നടക്കേണ്ട സമയത്ത് പോലും, അല്ലെങ്കിൽ മാർക്കറ്റിനെ കുറിച്ച് ഗവൺമെൻറ് ശ്രദ്ധിക്കുന്നത് പലപ്പോഴും ഗവൺമെൻറ്റിൻ്റെ പബ്ലിക് ഇഷ്യൂ വരുമ്പോൾ മാത്രമാണ്. വലിയൊരു റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് എന്നുള്ളതും അവർക്ക് വലിയൊരു ഹ്യൂജ് ലോസ് വരുന്നു എന്നതിനെക്കുറിച്ച് ബോധേഡല്ല ഇന്ത്യൻ ഗവൺമെൻറ്. അതേസമയത്ത് ഫോറിൻ രാജ്യങ്ങളിൽ ഗവൺമെൻറ് ഇടപെട്ടത് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള സ്റ്റേജ് ഉണ്ടാക്കും. ഇവിടെ മാർക്കറ്റിലെ ക്രാഷിലേക്ക് കൊണ്ടുപോകാനാണ് ഗവൺമെൻറ്റും അതോറിറ്റീസും ശ്രമിക്കുന്നത് എന്നാണ് നമ്മൾക്ക് തോന്നുന്നത്. നമുക്ക് തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ച് തുടരുന്നു. നമുക്ക് മെയിലിൽ വന്ന ചോദ്യങ്ങൾ. അനീഷ് സി അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് തീർച്ചയായും ടാറ്റ സ്റ്റീൽ, സിപ്ല, L&T, TCS, റിലയൻസ്, മഹീന്ദ്ര എന്നിങ്ങനെയാണ്. തീർച്ചയായും നല്ല പോർട്ട്ഫോളിയോ ആണെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അദ്ദേഹം ഒരു ട്രേഡറാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഇതിൻ്റെ സപ്പോർട്ട് റെസിസ്റ്റൻസ് കാര്യങ്ങൾ വിശദമായി ചോദിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ടാറ്റ സ്റ്റീൽ സംബന്ധിച്ച് കേരളത്തിൽ നിന്ന് ധാരാളം പേർ നിക്ഷേപിച്ച ഒരു ഓഹരിയാണ്. ആ നിലയ്ക്ക് വലിയ രീതിയിൽ താഴേക്ക് വന്നിരിക്കുന്നു. മാത്രമല്ല കഴിഞ്ഞ 2 തവണ മുമ്പുള്ള ഫോബ്സ് ഇന്ത്യ മാഗസിനിൽ ടാറ്റ സ്റ്റീൽ വലിയ രീതിയിൽ റീസ്ട്രക്ചറിങ്ങിന് തയ്യാറെടുക്കുന്നു, എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് എന്ന തരത്തിൽ റിപ്പോർട്ടും വന്നിട്ട് ശ്രദ്ധിച്ചിരുന്നു. ഇതിൽ ഒന്ന് ഈ ഗ്ലോബലി നിലനിൽക്കുന്ന പ്രശ്നം തന്നെയാണ്. ഒന്ന് ചൈനയുടെ സ്ലോ ഡൗൺ തന്നെയാണ്. ഈ മെറ്റൽ സെക്ടർ, നമ്മൾ 4 മാസമായിട്ട് വാർണിംഗ് കൊടുക്കുന്ന മെറ്റൽ സെക്ടർ കറക്റ്റ് ചെയ്യാനുള്ള സാധ്യത പലപ്പോഴും നമ്മൾ പറയുന്നതാണ്. അതിൻ്റെ റിഫ്ലക്ഷൻ തന്നെയാണ്. ഇത് ഇനിയും കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതൽ. അപ്പോൾ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ടാറ്റ സ്റ്റീലിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണോ എന്ന് ചോദിച്ചാൽ അഡ്വൈസബിൾ അല്ല. വീണ്ടും കറക്റ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത്. ചെറിയ റിലീഫ് റാലി ടാറ്റ സ്റ്റീലിൽ സംഭവിക്കാം, പക്ഷേ ഒരു ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ തീർച്ചയായിട്ടും ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഇപ്പോൾ ടോട്ടൽ ഇവിടെ GDP ഗ്രോത്ത് കുറയുന്നു, ഇൻഫ്ലേഷൻ വലിയ രീതിയിൽ കുറയുന്നില്ല, ഇൻട്രസ്റ്റ് റേറ്റ് വളരെയധികം ഹയർ ലെവലിൽ നിൽക്കുന്നു, GDP ഗ്രോത്ത് കുറയുന്നു, അങ്ങനെ ഗവൺമെൻറ് എഫക്റ്റീവായി പ്രവർത്തിക്കുന്നില്ല, അങ്ങനെ ഒട്ടനവധി നെഗറ്റീവ് ഇന്ത്യൻ ഇക്കണോമിയിൽ നിലനിൽക്കുന്നു. ഗ്ലോബൽ ഏഷ്യൻ സിറ്റുവേഷൻ അത്രത്തോളം ഫേവറബിൾ അല്ല. ഇതിൻ്റെയൊക്കെ റിഫ്ലക്ഷനാണ് നമ്മൾ ഇപ്പോഴത്തെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഈ ഒരു ക്രാഷ്. നിഫ്റ്റി ഇപ്പോൾ നമ്മൾക്ക് ആലോചിച്ചാൽ 5900 ആണ്, പക്ഷേ പല സ്റ്റോക്കുകളിലും വാല്യുവേഷൻ വളരെയധികം ഷാർപ്പായുള്ള കറക്ഷൻ ഈ സ്റ്റോക്കുകൾ നേരിട്ടു. വീണ്ടും കുറച്ചുകൂടെ കറക്റ്റ് ചെയ്യാൻ തന്നെയാണ് സാധ്യത കൂടുതലായിട്ട് കാണുന്നത്. ഇതിൽ ടാറ്റ സ്റ്റീൽ 200 and 187, ഞാൻ നേരത്തെ പറയാറുണ്ട്, നമ്മൾ ടെക്നിക്കൽ കൂടുതലായിട്ട് സ്റ്റഡി ചെയ്യുകയാണ്. ഇപ്പോഴത്തെ രീതിയിൽ വീണ്ടും താഴേക്ക് പോകാനുള്ള ടെക്നിക്കൽ ചാർട്ട് വളരെ ഒരു ലോവർ ലെവലിലാണ് കാണിക്കുന്നത്. 200 ആണ് അടുത്തൊരു സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നത്, 187. പക്ഷേ ഇതിനു മുമ്പ് തന്നെ ചിലപ്പോൾ ടാറ്റ സ്റ്റീൽ വീണ്ടും ഒരു പുൾ ബാക്ക് നമുക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. വരുന്ന റിസൾട്ടുകളെല്ലാം തന്നെ മോശമാണ്. അതിൻ്റെ റിഫ്ലക്ഷനാണ് ലാസ്റ്റ് വീക്ക് നമ്മൾ കണ്ടത്. ഒരു റിസൾട്ട് സീസണിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആ റിസൾട്ടിനെ കുറിച്ച് വളരെ നന്നായി സ്റ്റഡി ചെയ്യുക, അതിനുശേഷം മാത്രമേ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് ആലോചിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ബാങ്കിങ് സെക്ടർ ആണെങ്കിലും സ്റ്റീൽ സെക്ടർ ആണെങ്കിലും ഫാർമയൊക്കെ ആണെങ്കിലും അത് വളരെ ഡീറ്റെയിൽ ആയി സ്റ്റഡി ചെയ്യേണ്ട ഒരു സെഗ്മെൻറ്റിൽ ഒരു മാസത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ നന്നായി റിസൾട്ടുകൾ സ്റ്റഡി ചെയ്യുക എന്നുള്ളതാണ്. ടാറ്റ സ്റ്റീലിൻ്റെ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ് 250 ആണ്. ദെൻ സിപ്ലയാണ്. ഫാർമ സെക്ടറും അതുപോലെ തന്നെ FMCG, IT സെക്ടറൊക്കെ തന്നെ വളരെ ബെറ്ററാണ്. സിപ്ല 400 and 385 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ഇപ്പോഴത്തെ രീതിയിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സിപ്ലയിൽ അഡ്വൈസബിൾ അല്ല. കാരണം ബാക്കി സ്റ്റോക്കുകളെല്ലാം തന്നെ വളരെ ഷാർപ്പായിട്ടുള്ള ഫോൾ സംഭവിച്ചപ്പോൾ ഫാർമ സെക്ടറിൽ വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറി നമ്മൾ കണ്ടു. അടുത്തൊരു കറക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക, അതിനുശേഷം ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. 430 ആണ് സിപ്ലയിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്.
ദെൻ L&T ആണ്. L&Tയുടെ റിസൾട്ട് മാർക്കറ്റിൻ്റെ പ്രതീക്ഷയ്ക്ക് ഉയരാൻ L&Tയുടെ റിസൾട്ടിനും കഴിഞ്ഞില്ല. അതിൻ്റെ റിഫ്ലക്ഷൻ ആ സ്റ്റോക്കിൽ നമ്മൾ കണ്ടു. അടുത്തൊരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് 840 ആണ്. ദെൻ 812. ഈ രണ്ടൊരു മേജർ സപ്പോർട്ട് ലെവലാണ്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ സേഫ് ആയിട്ടുള്ള എൻട്രി തന്നെയാണ് L&T. 950 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ TCS ആണ്. വളരെ ബെറ്റർ ആയിട്ടുള്ളൊരു റിസൾട്ട് അനൗൺസ് ചെയ്തു. ടെക്നിക്കലി 1690 ആണ് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്ത് 1570. ഇപ്പോഴത്തെ രീതിയിൽ ഒരിക്കലും TCSൽ ഒരു ഷോർട്ട് ടൈം ഗെയിനിന് വേണ്ടി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ അല്ല. കുറച്ച് റിസ്ക് IT സെക്ടറിൽ നിലനിൽക്കുന്നു. ചിലപ്പോൾ വീണ്ടും ഹയർ ലെവലിലേക്ക് പോകാം. ചിലപ്പോൾ 2030 വരെ പോകാനുള്ള സ്ട്രെങ്ത് TCSനുണ്ട്. പക്ഷേ അതൊരു റിസ്കി ഏരിയ തന്നെയാണ്. അതുകൊണ്ടൊരു കോഷ്യസ് അപ്രോച്ച് IT സെക്ടറിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇൻഫോസിസ് ആണെങ്കിലും TCS ആണെങ്കിലും അതുപോലെ തന്നെ FMCG സെക്ടറൊക്കെ തന്നെ കറക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു സെക്ടറിൽ ഒരിക്കലും ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോഴത്തെ രീതിയിൽ അഡ്വൈസബിൾ അല്ല. ഡെൽവിൻ ജോൺ, അദ്ദേഹം ഷാർജയിൽ നിന്ന് വായിച്ച മെയിൽ നോക്കാം. അപ്പോളോ ടയേഴ്സ് 2000 എണ്ണം 90 രൂപയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ഇന്ത്യ സിമെൻറ്റ്സ് 75 രൂപയ്ക്ക് 1000 എണ്ണം. സുസ്ലോൺ 6000 എണ്ണം 14 രൂപ 50 പൈസയ്ക്ക്. ഇതിൽ ഫണ്ടമെൻ്റലി രണ്ട് സ്റ്റോക്ക്, ഒന്ന് അപ്പോളോ ടയേഴ്സ്, ഇന്ത്യ സിമെൻറ്റ്സ് ഫണ്ടമെൻ്റലി സൗണ്ടാണ്. പക്ഷേ ഈ രണ്ട് സ്റ്റോക്കിലും നെഗറ്റീവ് നിലനിൽക്കുന്നു. ഒന്ന് ടേക്ക് ഓവർ, രണ്ട് ഇന്ത്യ സിമെൻറ്റ്സ് മാനേജ്മെൻറ്റ് ലെവലിലുള്ള ഇഷ്യൂസ്. അതിൻ്റെ റിഫ്ലക്ഷനാണ് സ്റ്റോക്കിൽ വളരെ ഷാർപ്പ്, ഓൾമോസ്റ്റ് 50-60% കറക്ഷൻ സ്റ്റോക്കിൽ നേരിട്ടു. അപ്പോളോ ടയേഴ്സ് അടുത്ത 65 and 56 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 80 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ഇന്ത്യ സിമെൻറ്റ്സ് 45 and 34 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 34 വളരെ ഷാർപ്പായിട്ടുള്ള ഫോൾ സംഭവിക്കുകയാണെങ്കിൽ 34 ലെവൽ വരെ വരാം. അതൊരു ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ആ സ്റ്റോക്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. 70 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. 34 എന്ന് പറയുമ്പോൾ മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ടുള്ള ഫോൾ സംഭവിക്കുകയാണെങ്കിൽ മാത്രമേ വരാൻ സാധ്യതയുള്ളൂ. ദെൻ സുസ്ലോൺ തൽക്കാലം അവോയ്ഡ് ചെയ്യുക എന്നുള്ളൊരു സ്ട്രാറ്റജി ആയിരിക്കും നല്ലത്. കാരണം അതിൻ്റെ വാല്യുവേഷൻ അടുത്തൊരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് 7 rupees-ആണ്. ദെൻ 5. തൽക്കാലം ആ സെക്ടറിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. അതല്ലെങ്കിൽ ഒരു റിസ്ക് എടുത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റുന്ന നിക്ഷേപകരെ സംബന്ധിച്ച് ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. ചിലപ്പോൾ മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറി സംഭവിക്കുകയാണെങ്കിൽ വളരെ ഷാർപ്പായിട്ട് തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക, അത് മറക്കുക എന്നുള്ള രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചിലപ്പോൾ സുസ്ലോണിൽ അഡ്വൈസബിൾ ആയിരിക്കും. സുസ്ലോണിൻ്റെ കാര്യത്തിൽ ഒന്ന് കൂട്ടിച്ചേർക്കാനുണ്ട്. പ്രത്യേകിച്ചും അന്ന് അത് ലിസ്റ്റ് ചെയ്ത സമയത്ത് ഞാൻ ഓർക്കുന്നു, തുളസിയാർ താന്തി എന്ന് പറയുന്ന പുതിയ ഒരു ന്യൂ ജനറേഷൻ ബിസിനസ്സുകാരൻ വരുന്നു. പാരമ്പര്യേതര ഊർജ്ജ മേഖലയിൽ ഇന്ത്യക്ക് വലിയ റാപ്പിഡ് സ്ട്രൈഡ്സ് ഉണ്ടാക്കാനുള്ള ആളാണ് ഇദ്ദേഹം എന്ന തരത്തിൽ മാധ്യമങ്ങളടക്കം വലിയ രീതിയിൽ അതിന് പബ്ലിസിറ്റി കൊടുക്കുകയും അതിൽ ആളുകൾ വീണുപോവുകയും ചെയ്തു. പാരമ്പര്യേതര ഊർജ്ജമൊന്നും ഉണ്ടായില്ല. ഇവരുടെ വിൻമില്ല് പലതും, അവരുടെ വിൻഡോ പെയിൻ പലതും, വിൻപെയിൻ അത് പലതും അമേരിക്കയിൽ നിന്നും റിജക്റ്റായി. അതിനുശേഷം ആറി പവർ എന്ന് പറയുന്ന ഒരു വിദേശ കമ്പനിയെ പോയി ടേക്ക് ഓവർ ചെയ്തു. അങ്ങനെ മൊത്തം അബദ്ധങ്ങളിൽ നിന്നും അബദ്ധങ്ങളിലേക്കായിരുന്നു ആ കമ്പനി പോയിരുന്നത്. മാത്രമല്ല വിചാരിച്ച പോലെ ഒരു ലാഭക്ഷമതയൊന്നും അതിൽ നിന്നും ഉണ്ടായില്ല. ചുരുക്കത്തിൽ ഏകദേശം 800 രൂപയിൽ നിന്നും ഇന്ന് 14 രൂപയിലേക്ക് അത് താഴ്ന്നു. അതിൽ നിക്ഷേപകരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാര്യം പണം അവരുടെ ആയിരിക്കും പോയത്. കാരണം അതിൻ്റെ അകത്ത് മാധ്യമങ്ങളടക്കം വലിയ രീതിയിൽ, ബ്രോക്കിംഗ് സ്ഥാപനങ്ങളടക്കം വലിയ രീതിയിൽ അതിന് റേറ്റിംഗ് ഒക്കെ ആ കാലത്ത് കൊടുത്തിരുന്നതായാണ് എൻ്റെ ഓർമ്മ. തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ ഹിമാചൽ ഫ്യൂച്ചറിസ്റ്റിക്കും സ്ക്വയർ ഡി സോഫ്റ്റ്വെയറും ഗ്ലോബൽ ടെലി സിസ്റ്റം ഒക്കെ പഠിക്കുമ്പോൾ ഒരു ദിവസം കൊണ്ട് വലിയൊരു എക്സ്ചേഞ്ച് നിർമ്മിക്കാൻ ഹിമാചൽ ഫ്യൂച്ചറിസ്റ്റിക്കിന് സാധിക്കും എന്ന് മീഡിയ വളരെ ഹൈലൈറ്റ് ചെയ്തപ്പോൾ തീർച്ചയായിട്ടും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഓരോ ബുൾ റൈഡിലും പുതിയ പുതിയ സ്റ്റോക്കുകൾ വരും, വലിയ മീഡിയ ക്രിയേഷൻ വരും, വലിയൊരു ഗ്രൂപ്പിൻ്റെ ഓപ്പറേഷനാണ്. അതുകൊണ്ടാണ് എപ്പോഴും സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പ്രൊമോട്ടർ ട്രാക്ക്, കഴിഞ്ഞ ലാസ്റ്റ് 10 to 15 years ട്രാക്ക് പരിശോധിക്കുക, ഫണ്ടമെൻ്റൽസ്, ഇവരുടെ പ്രൊഡക്റ്റ്, വാല്യുവേഷൻ, ഇത്രയും കാര്യങ്ങൾ സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രമേ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പാടുള്ളൂ. ട്രാക്ക് എന്ന് പറയുന്നത് ടാറ്റ, അങ്ങനെ എത്രയോ ഗ്രൂപ്പ് നമ്മുടെ മുന്നിലുണ്ട്. ടാറ്റയിലേക്ക് തന്നെ തിരികെ പോകേണ്ടി വരുന്ന ഒരു അവസ്ഥ അല്ല, ടാറ്റ എന്ന് മാത്രമല്ല ബാങ്കിങ് സെക്ടർ, വളരെ പബ്ലിക് സെക്ടർ തന്നെ എത്രയോ ബാങ്കുകൾ നമ്മളുടെ മുന്നിൽ. അപ്പോൾ ഇവരുടെ പെർഫോമൻസ് ഓരോ ക്വാർട്ടറും നമ്മൾ അനലൈസ് ചെയ്ത് പോകണം. പലപ്പോഴും ഇൻവെസ്റ്റേഴ്സിന് ലോസ് ബുക്ക് ചെയ്യാനുള്ളൊരു മടിയാണ്. ഒരു സ്റ്റോക്കിൻ്റെ കണ്ടിന്യൂസ് ക്വാർട്ടർ റിസൾട്ട് മോശമാകുമ്പോൾ ആ സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് മാറുക എന്നുള്ളതാണ്. പലപ്പോഴും എന്തുകൊണ്ടാണ് ലോസ് വരുന്നത്? ട്രേഡിംഗ് ആണെങ്കിലും ലോസ് ബുക്ക് ചെയ്യാനുള്ള കറേജ് ഇല്ല. അതാണ് ട്രേഡിങ്ങിൽ ലോസ് വരുന്നത്. പലപ്പോഴും ആ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യും, ഡെലിവറി എടുക്കാമെന്ന് വിചാരിക്കും, അത് കണ്ടിന്യൂസ് താഴേക്ക് പോകുന്ന സ്റ്റോക്ക് കണ്ടിന്യൂസ് താഴേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ പ്രോഫിറ്റ് ബുക്കിംഗ് ആണെങ്കിൽ എല്ലാവർക്കും വളരെ ധൃതിയാണ്, പെട്ടെന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറും. അതുകൊണ്ടാണ് ട്രേഡിംഗ് ആണെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ആണെങ്കിലും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഗെയിൻ കിട്ടാത്തതിൻ്റെ പ്രധാന റീസൺ അത് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ആ കാര്യത്തിലേക്ക് കിടക്കാം. ഒന്ന് ഒരു ഇടവേള ആവശ്യമാണ്, തിരികെ വരാം. മാർക്കറ്റ് വാച്ച് തുടരുന്നു. നമ്മൾ പറഞ്ഞു നിർത്തിയ കാര്യം, പ്രത്യേകിച്ചും ഇൻവെസ്റ്റേഴ്സിന് പണം ഉണ്ടാവുന്നില്ല, ട്രേഡേഴ്സിനും പണം ഉണ്ടാവുന്നില്ല. അത് തന്നെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വിപണി മോശമായിട്ടും നിൽക്കുന്നു.
അപ്പോൾ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ട്രെൻഡാണ്. ഈ നല്ല ഫ്രണ്ട് റൺ സ്റ്റോക്കുകളിലേക്കുള്ള നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പോകുമ്പോൾ എത്രത്തോളം ഷാർപ്പുള്ള ഫോൾ സംഭവിച്ചാലും അതിലും ശക്തമായിട്ട് ഈ സ്റ്റോക്ക് തിരിച്ചു വരും. അപ്പോൾ ട്രേഡിംഗ് എന്ന് പറഞ്ഞ ട്രെൻഡാണ്, അവിടെ വാല്യുവേഷൻ ഇല്ല. അപ്പോൾ നമുക്കറിയാം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു സമയത്ത് 2008 ജാനുവരിയിൽ 895 വരെ മൂവ് ചെയ്തതാണ്. അതിനുശേഷം വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറി സംഭവിച്ചു. 3600 വരെ വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറി സംഭവിച്ചു. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നതാണ്, വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ വരുമ്പോൾ വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറി സംഭവിക്കും. അതുപോലെ റിലയൻസ് ആണെങ്കിലും L&T ആണെങ്കിലും ACC ആണെങ്കിലും ഒക്കെ തന്നെ ഒരു റിക്കവറി അതുപോലെ തന്നെ അതിലും ശക്തമായിരിക്കും. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ഫോൾ എന്ന് പറയുന്നത് വളരെ പെയിൻഫുള്ളാണ്. അതിലും വളരെയധികം ഹാപ്പിനെസ് തീർച്ചയായിട്ടും മാർക്കറ്റ് നൽകും. അപ്പോൾ അതിന് കുറച്ച് പേഷ്യൻസ് കാണിക്കുക എന്നുള്ളതാണ്. ട്രേഡിംഗ് പൂർണ്ണമായിട്ടും ഇൻവെസ്റ്റേഴ്സ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് ആദ്യമായി ചെയ്യേണ്ട ഒരു കാര്യം. ട്രേഡിംഗ് ട്രെൻഡിനനുസരിച്ച് മൂവ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ട്രേഡിംഗ് നല്ലതാണ്. ലോസ് ബുക്ക് ചെയ്യാനുള്ള കറേജ്, അതുപോലെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ പേഷ്യൻസ് കാണിക്കുക. അതല്ലെങ്കിൽ ട്രേഡിംഗ് അവോയ്ഡ് ചെയ്യുക. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വാല്യുവേഷനാണ്. കണ്ടിന്യൂസ് ഇൻവെസ്റ്റ്മെൻറ്റ്, സ്റ്റേ ഇൻവെസ്റ്റഡ് എന്നുള്ള സ്ട്രാറ്റജി. കാരണം വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല. പല സ്റ്റോക്കുകളും നെഗറ്റീവ് ന്യൂസ് വരുമ്പോൾ കണ്ടിന്യൂസ് താഴേക്ക് പോകും നമ്മൾ കാണാം. ഇപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസ് ഒരു സമയത്ത് 670 വരെ വന്നു. എന്നാൽ അതിനുശേഷം കഴിഞ്ഞ ഇത്രത്തോളം മാർക്കറ്റ് നെഗറ്റീവ് സോണിൽ മൂവ് ചെയ്യുമ്പോൾ വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറി സംഭവിച്ചു. 940 വരെ മൂവ് ചെയ്തു. അപ്പോൾ പലപ്പോഴും ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എല്ലാ ഇൻഡസ്ട്രിയും സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് കൊണ്ടാണ്. FMCG വേണം, ഫാർമ വേണം, ബാങ്കിങ് വേണം, ഓട്ടോമൊബൈൽ വേണം. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം ഫാർമ, അതുപോലെ FMCG, IT സെക്ടർ വളരെ ഷാർപ്പായിട്ടുള്ള മൂവ് ഉണ്ടായി. ബാക്കി സെക്ടറിലൊക്കെ തന്നെ വളരെ ഷാർപ്പായിട്ടുള്ള ഫോൾ സംഭവിച്ചു. അപ്പോൾ ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എല്ലാ സെക്ടറുമുള്ള ഫ്രണ്ട് റൺ സ്റ്റോക്ക്, ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 10 മേടിച്ചാൽ മതി. പക്ഷേ അത് സ്റ്റേറ്റ് ബാങ്കോ റിലയൻസോ L&T അതിൽ ഫ്രണ്ട് റൺ സ്റ്റോക്ക് മേടിക്കുക. ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോഴത്തെ രീതിയിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ അല്ല. റിസൾട്ട് വന്നതിന് ശേഷം മാത്രം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പരിഗണിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോഴും ഒരു നെഗറ്റീവ് സോണിലാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മൂവ് ചെയ്യുന്നത്. പഞ്ചാബ് നാഷണൽ ബാങ്ക് റിസൾട്ട് വന്നു, NPA കൂടി വളരെ ഷാർപ്പായുള്ള ഫോൾ സംഭവിച്ചു. അതുകൊണ്ട് റിസൾട്ട് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും വരും ദിവസങ്ങളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ഫോം ചെയ്യുന്നത്. നന്ദി ഭുവനേന്ദ്രൻ. അപ്പോൾ ഇന്നത്തെ ഈ ചർച്ച നമുക്കിങ്ങനെ സംഗ്രഹിക്കാം. 3 കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടതായി വന്നിരിക്കുന്നത്. ഒന്ന്, ട്രേഡിംഗ് പരമാവധി ഒഴിവാക്കുക. ഇനി അങ്ങനെ ട്രേഡിംഗ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം സ്റ്റോപ്പ് ലോസ് വളരെ 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 നിർബന്ധമാണ്. 2, മുൻനിര ഓഹരികൾ, ഫ്രണ്ട് ലൈൻ, ടാറ്റ അല്ലെങ്കിൽ ബാങ്കിങ്, മികച്ച ബാങ്കിങ് ഓഹരികളിൽ, അത് കുറച്ചേ ഉള്ളെങ്കിലും അത്തരം ഓഹരികളിൽ നിക്ഷേപം നടത്തുക. പൂർണ്ണമായും ഈ മൂന്നാം കിട അല്ലെങ്കിൽ തീർത്തും മോശമായ ഓഹരികൾ ഒഴിവാക്കുക. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, തീർച്ചയായും മിഡ് ക്യാപ്പും അല്ലെങ്കിൽ സ്മോൾ ക്യാപ്പ് ഓഹരികളിലും ധാരാളം ഓഹരികൾ വില ഏറെ താഴ്ന്ന് നിൽക്കുന്നുണ്ട്. പക്ഷേ അത്തരം ഓഹരികളുടെ വില താഴ്ന്നു, അല്ലെങ്കിൽ അത് 10 രൂപയ്ക്ക് കിട്ടും, അല്ലെങ്കിൽ 12 രൂപയ്ക്ക് കിട്ടും, അല്ലെങ്കിൽ 7 രൂപയ്ക്ക് കിട്ടും, അതല്ല ഒരു മാനദണ്ഡം. വലിയ കമ്പനികൾ, ലാർജ് ക്യാപ്പ് കമ്പനികൾ, മിഡ് ക്യാപ്പിലെ മികച്ച കമ്പനികൾ, ഇത്തരം കമ്പനികൾ വില കുറയുമ്പോൾ വാങ്ങുക എന്നതായിരിക്കണം സ്ട്രാറ്റജി. അല്ലാതെ പെന്നി സ്റ്റോക്സ്, അത് അല്ലെങ്കിൽ വില കുറഞ്ഞു നിൽക്കുന്നു, ഇത്തരം ഒരു പെന്നി സ്റ്റോക്സ് അല്ലെങ്കിൽ വില കുറയുമ്പോൾ ഏറ്റവും വില മോശമായി 5 രൂപയുടെ ഓഹരി, 6 രൂപയുടെ ഓഹരിയൊക്കെ വാങ്ങാനുള്ള ഒരു ടെൻഡൻസി പൊതുവെ മലയാളികൾക്കുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ കൂടി ഒന്ന് ശ്രദ്ധിച്ച് ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പിലെ മികച്ച ഓഹരികൾ ഈ സെഗ്മെൻറ്റുകളിലേക്ക് മാറിയാൽ ഒരുപക്ഷെ 1-2 വർഷത്തിനുള്ളിൽ വലിയ നേട്ടം നമ്മുടെ കേരളത്തിലെ നിക്ഷേപകർക്ക് ലഭിക്കും. അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.